മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന വികസനത്തിന്റെ കൊടുങ്കാറ്റിനു മുന്നിൽ ആടിയുലയാത്ത ഒരു കോട്ട കൊത്തളങ്ങളും ഈ രാജ്യത്ത് ഇല്ല എന്ന് വ്യക്തമാക്കുന്ന വാർത്തകളാണ് വെസ്റ്റ് ബംഗാളിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഓരോരോ പച്ചക്കള്ളങ്ങൾ അവര് വിളിച്ചു പറഞ്ഞ് ശ്വാസം ഒന്ന് പുറത്തേക്ക് വിടാൻ അവർക്ക് സമയം കിട്ടാറില്ല. അതിനു മുമ്പേ അവരുടെയൊക്കെ മണ്ടക്കടിച്ചതുപോലെയാണ് നരേന്ദ്രമോദിയുടെ BJP സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്ന് മറുപടി വരാറുള്ളത്. ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിരന്തരം ഇവിടെയുള്ള പ്രതിപക്ഷം വിളിച്ചു പറയാറില്ലേ, കേന്ദ്രം സഹായങ്ങൾ ചെയ്യുന്നത്, കേന്ദ്രം പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് അവര് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേ ഉള്ളൂ. അതേപോലെ തന്നെ കേന്ദ്രം ഈ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് കൊടുക്കാറുള്ളൂ എന്നൊക്കെയാണ് ഇവിടെ പ്രതിപക്ഷം നിരന്തരം പച്ചക്കള്ളം വിളിച്ചു പറയാറുള്ളത്. അവരൊക്കെ ഇപ്പോ എന്തു പറയുന്നു? വെസ്റ്റ് ബംഗാളിൽ നിന്ന് പുറത്തു വന്ന വാർത്ത നിങ്ങൾ കേട്ടില്ലേ? രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകള് വെസ്റ്റ് ബംഗാളിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. വെസ്റ്റ് ബംഗാളില് പറയുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഓടി തുടങ്ങിയിരിക്കുന്നു. രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ പോലും പ്രതിപക്ഷത്തെ ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്താണ് ഓടി തുടങ്ങിയിട്ടുള്ളത്. എന്തിനേറെ പറയുന്നു, നമ്മുടെ കേരളത്തിന് പണം കിട്ടില്ലോ എന്ന് വിളിച്ചു പറഞ്ഞിട്ട് എത്രത്തോളം രൂപയാണ് UPA സർക്കാർ ഇടതും വലതും കൂടെ രാജ്യം ഭരിക്കുന്ന സമയത്ത്, UPA സർക്കാർ രാജ്യം ഭരിക്കുന്ന സമയത്ത് കേരളത്തിന് കൊടുത്തത് 72,000 ആ ഒരു കണക്കിലേക്കുള്ള കോടിയാണ് കൊടുത്തിട്ടുള്ളത്. അതേസമയം ഞങ്ങൾ ഭരിക്കുമ്പോ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 3 ലക്ഷം കോടിയിലും അധികം ഞങ്ങൾ കേരളത്തിന് കൊടുത്തു. ഇങ്ങനെ കൃത്യമായിട്ട് രേഖകളാണ് നരേന്ദ്രമോദി സംവിധാനങ്ങള് ജനങ്ങൾക്ക് മുന്നിലേക്ക്, അതായത് പ്രവർത്തിച്ചതിന്റെ റിസൾട്ടുകളാണ് ഒരു ഭാഗത്ത് BJP സംവിധാനം മുന്നോട്ട് വെക്കുന്നത്. അതേസമയം പ്രതിപക്ഷം തോന്നിയ പച്ചക്കള്ളം വിളിച്ചു പറയുക, ശ്വാസം വിടുന്നതിന് മുമ്പ് അവർക്ക് പണി കിട്ടുക. ഈ വെസ്റ്റ് ബംഗാളിലൊക്കെ നമ്മുടെ തിരുവനന്തപുരത്തെ കുറിച്ച് പോലും നരേന്ദ്രമോദി പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ ചെറിയൊരു ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരള തലസ്ഥാനമായ തിരുവനന്തപുരത്ത് പോലും ഒരു BJP സ്ഥാനാർത്ഥി ആദ്യമായി മേയറായി. ഇതിനർത്ഥം ഒരിക്കൽ BJPക്ക് ഒരു തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക അസാധ്യമാണെന്ന് കണക്കാക്കപ്പെട്ടിരുന്നിടത്ത് BJPക്ക് അഭൂതപൂർവമായ പിന്തുണ ലഭിക്കുന്നു എന്നാണ് വെസ്റ്റ് ബംഗാൾ ജനതയോട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചിട്ടുള്ളതാണ്. രാജ്യം ഒന്നടങ്കം ഈ ഒരു മാറ്റമുണ്ട്. വെസ്റ്റ് ബംഗാൾ ജനതയും ഞങ്ങൾക്കൊപ്പം നിൽക്കൂ. ഞങ്ങൾ വികസനത്തിന്റെ രാഷ്ട്രീയമാണ്, ദേശീയതയുടെ രാഷ്ട്രീയമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെസ്റ്റ് ബംഗാളിൽ നിന്ന് നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കേട്ടോ. വരുന്ന വെസ്റ്റ് ബംഗാളിലെ നിയമസഭാ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ അവിടെ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലേക്ക് എത്തുമെന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. നമ്മുടെ കേരളത്തിലെ സകല മോദി വിരുദ്ധരുടെയും പ്രിയപ്പെട്ട നേതാവാണ് മമതാ ബാനർജി. കാരണം എന്താ? വെസ്റ്റ് ബംഗാളിന് വേണ്ടിയിട്ടാണല്ലോ, ഈ ബംഗ്ലാദേശിന് വേണ്ടിയിട്ടാണല്ലോ ഈ പറയുന്ന മമതാ ബാനർജി നിരന്തരം നിലപാട് പ്രഖ്യാപിക്കാറുള്ളത്. ഈ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി ബംഗാളിലേക്ക് എത്തുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണല്ലോ മമത നിരന്തരം നിലപാട് പ്രഖ്യാപിക്കാറുള്ളത്. അതായത് നമ്മുടെ രാജ്യത്തെ മോദി വിരുദ്ധർക്ക് നമ്മുടെ രാജ്യം കുട്ടിച്ചോറാക്കണം. ആ മോദി വിരുദ്ധരുടെ പ്രിയപ്പെട്ട നേതാവ് തന്നെയാണ് മമത. കാരണം അവർക്ക് വേണ്ടി രാജ്യം കുട്ടിച്ചോറാക്കാനുള്ള ബംഗ്ലാദേശികളൊക്കെ തന്നെ പ്രീണിപ്പിച്ച് ഈ മമത മുന്നോട്ട് പോകുന്നുണ്ട്. ഈ മമത പരാജയപ്പെടേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. ബംഗാൾ ജനത ഇപ്പോ കൃത്യമായിട്ട് വികസനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഈ ഭാരതീയ ജനതാ പാർട്ടി ഓരോ സ്ഥലങ്ങളിലും വിജയിക്കുന്നതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. വെറുതെ അങ്ങ് ജയിക്കല്ല. ഇപ്പോ രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിന് വെസ്റ്റ് ബംഗാളിൽ നിന്ന് അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ രാജ്യത്തെ ബോധമുള്ള വിവേകമുള്ള സകല ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കില്ലേ? അല്ല,
10-65 വർഷക്കാലം കോൺഗ്രസ് രാജ്യം ഭരിച്ചിട്ടും ഇന്നേ വരെയായിട്ട് ഒരു വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനോ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ലേ? കേവലം 10 വർഷം മാത്രം 3-ാം ടേമിലേക്ക് മാത്രം എത്തിയിട്ടുള്ള നരേന്ദ്രമോദി രാജ്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് എന്ന് പറഞ്ഞ് എന്തൊക്കെ വികസനങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത് എന്ന് ഓരോ വിവേകമുള്ള പൗരന്മാരും ഈ രാജ്യത്തെ പൗരന്മാരും ചിന്തിക്കില്ലേ? അത് വെസ്റ്റ് ബംഗാളിലെ ജനതയ്ക്ക് വലിയ രീതിയിൽ ചിന്തിച്ചു തുടങ്ങി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ രാജ്യത്തെ എഞ്ചിനീയറിംഗ് വിസ്മയം എന്ന് പറയുന്നത് ആരുടെ കാലത്ത് വന്നതാ? ചെനാബ് പാലം. നമ്മുടെ കശ്മീർ താഴ്വാരത്തെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളുമായിട്ട് നേരിട്ട് ബന്ധിപ്പിക്കുന്ന ചെനാബ് റെയിൽവേ പാലം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം, ഈഫൽ ടവറിനേക്കാൾ ഉയരത്തിലുള്ള റെയിൽവേ പാലം. ഓരോ ആളുകളും ചിന്തിക്കണം, രാജ്യത്തെ ആദ്യത്തേത്, രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയത് എന്നല്ല പറയുന്നത്, ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ചെനാബ് റെയിൽവേ പാലം നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ കാലത്ത്. ഇതൊക്കെ വിവേകമുള്ള ഓരോ പൗരന്മാരും ചിന്തിക്കില്ലേ? നമ്മുടെ റെയിൽവേ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ എന്തായിരുന്നു കോൺഗ്രസിന്റെ കാലത്ത് പറയാറുണ്ടായിരുന്നത്? സഞ്ചരിക്കുന്ന ടോയ്ലറ്റുകളാണ് റെയിൽവേ എന്നായിരുന്നു. വിദേശ രാജ്യങ്ങളിലെ ആളുകള് ഇന്ത്യയിലേക്ക് നോക്കിയിട്ട് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ട്രെയിനുകളെ കുറിച്ച് പറഞ്ഞിരുന്നത് സഞ്ചരിക്കുന്ന ടോയ്ലറ്റുകള്. നരേന്ദ്രമോദിയുടെ കാലത്തെത്തിയതോട് കൂടിയിട്ട് ഒരിറ്റ് മനുഷ്യ വിസർജ്യം ട്രാക്കിലേക്ക് വീഴാത്ത രീതിയിലുള്ള വികസനം കൊണ്ടുവന്നില്ലേ? രാജ്യത്തെ ഒരു ട്രെയിനിൽ നിന്ന് പോലും ഒരിറ്റ് മനുഷ്യ വിസർജ്യം ഇന്ന് റെയിൽവേ ട്രാക്കിലേക്ക് വീഴില്ല. സഞ്ചരിക്കുന്ന ടോയ്ലറ്റ് എന്നുള്ള പേര് മാറ്റി. ആരുടെ കാലത്ത്? നരേന്ദ്രമോദിയുടെ കാലത്ത്. ഇന്ന് വിദേശ രാജ്യങ്ങളിലെ പൗരന്മാർ വന്നിട്ട് വന്ദേ ഭാരതില് യാത്ര ചെയ്തുകൊണ്ട് ലോകത്തോട് പറയാ എത്രത്തോളം നിലവാരമുള്ള ട്രെയിൻ, എത്രത്തോളം നിലവാരമുള്ള സീറ്റുകൾ, എത്രത്തോളം നിലവാരമുള്ള ടോയ്ലറ്റുകൾ. നമ്മുടെ റെയിൽവേയെ കുറിച്ച് നരേന്ദ്രമോദിയുടെ കാലമെത്തിയതോട് കൂടിയിട്ട് വിദേശ പൗരന്മാർ പോലും കൈയടിക്കുക. അതേ സമയത്ത് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് വിദേശികൾ പറഞ്ഞത് സഞ്ചരിക്കുന്ന ടോയ്ലറ്റ്. നരേന്ദ്രമോദിയുടെ കാലമായതോട് കൂടിയിട്ട് രാജ്യത്ത് സമാനതകളില്ലാത്ത വികസനങ്ങൾ നടന്നിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് തിരിച്ചറിഞ്ഞിട്ടാണ് ആളുകൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത്. ഡൽഹിയിലേക്കൊന്ന് നോക്കണം. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയ പ്രഖ്യാപന. പട്ടിണി കിടക്കാത്ത ആളുകള്, സാധാരണക്കാരിലും സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഡൽഹിയിൽ 100 അടൽ ക്യാൻറ്റീനുകൾ തുടങ്ങിയില്ലേ? ഓരോ ആളുകൾ വന്ന് ചിന്തിച്ചു നോക്കൂ. 5 രൂപ കൊടുത്താല് ഒരു നേരത്തെ ഭക്ഷണം വയറ് നിറച്ച് കഴിക്കാൻ സാധിക്കോ? ഉച്ചയ്ക്കും രാത്രിയും ഏതൊരു സാധാരണക്കാരനോ ആ ഹോട്ടലിലേക്ക് കയറി ചെന്ന് 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് വയറ് നിറയെ ഭക്ഷണം കഴിക്കുക നമ്മുടെ കേരളത്തിൽ സാധിക്കുമോ? നമ്മുടെ കേരളത്തിൽ ഹോട്ടലുകളിൽ കയറി 5 രൂപ കൊടുത്താൽ അതെടുത്ത് നമ്മുടെ മുഖത്തേക്ക് അവര് എറിയില്ലേ? അതാണ് BJP ഭരിക്കുന്ന സ്ഥലവും മറ്റുള്ള ആളുകൾ ഭരിക്കുന്ന സ്ഥലവും തമ്മിലുള്ള മാറ്റം. ഇതൊക്കെ ഞാനിങ്ങനെ വിളിച്ചു പറയുമ്പോൾ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലും അധികാരത്തിലേക്ക് എത്തുമെന്നൊക്കെ ഞാനിങ്ങനെ വിളിച്ചു പറയുമ്പോൾ ഒരുപാട് ആളുകൾ എന്നെ സംഖ്യയാക്കാനും എന്നെ മുസംഖ്യയാക്കാനുമുള്ള മത്സരത്തിലാണ്. അവരോടൊക്കെ തന്നെ പറയാനുള്ളത്, ഞാൻ യാഥാർത്ഥ്യം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. BJP ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ പ്രമുഖ മാധ്യമങ്ങൾ ഒരു സ്ഥലത്തും വാർത്ത പോലും കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഞാനതൊക്കെ ആ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തൂ, ഒരു തർക്കവും ഇല്ലാത്തൊരു വിഷയം തന്നെയാണത്. കാരണം മറ്റൊന്നല്ല, നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്ത് സമാനതകളില്ലാത്ത രീതിയിൽ വികസനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പുതുതലമുറ ആഗ്രഹിക്കുന്ന തലത്തിലുള്ള വികസനം. നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് കുതിക്കുക. ഈ സംവിധാനത്തെ അല്ലാതെ ബോധമുള്ള ആളുകൾ ഇവിടെ കേരളത്തിലെ ഇടതും വലതും പേടിച്ചിരിക്കുക. വെസ്റ്റ് ബംഗാളിലെ പ്രസംഗമൊക്കെ അവിടുത്തെ പ്രഖ്യാപനങ്ങൾ കേട്ടുകഴിഞ്ഞ് അടുത്തത് വരാൻ പോകുന്നത് തിരുവനന്തപുരത്തേക്കാ. ഏത് തലത്തിലുള്ള പ്രഖ്യാപനമാണ് എന്ന് ഇടത് വലത് കേന്ദ്രങ്ങളെ ഭയത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും സകലരും തിരിച്ചറിയുക.